ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതി ആ വീഡിയോ കൊണ്ടുവന്ന് ശ്രുതിയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കണ്ടോ അവൻ്റെ അളിയനാ കള്ളൻ, ഞാൻ അച്ഛൻ്റെ പൈസ അടിച്ചുകൊണ്ട് ഓടിയെന്ന് പറഞ്ഞ് ഇപ്പോൾ വരെ അവനെന്നെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഇപ്പോൾ നോക്കിക്കേ, ഈ വീഡിയോ വെച്ചിട്ട് ഞാൻ അവനിട്ടൊരു പണി കൊടുക്കുന്നുണ്ടെന്നൊക്കെ ശ്രുതി പറയുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അതൊന്നും വേണ്ട ശ്രുതി, നമുക്ക് ഈ വീഡിയോ അമ്മേനോടോ വീട്ടുകാരോടോ ആരോടും പറയാതെ നോക്കാം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും, നമുക്കിതാരും കാണിക്കേണ്ട ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതി അഭിനയിക്കുവാണ് ശ്രുതിക്ക് മുമ്പിൽ. അപ്പോൾ ശ്രുതി പറയും, എൻ്റെ ശ്രുതി ഓൾറെഡി ഈ വീഡിയോ ഒക്കെ 1 മില്യൺ വ്യൂവേഴ്സായി. നമ്മൾ എത്ര ഒളിപ്പിച്ച് വെക്കാൻ നോക്കിയാലും ആരെങ്കിലും വഴി ഈ വീഡിയോ ലീക്കായ വിവരം വീട്ടിലറിയും, പിന്നെ അവർ കാണും, പിന്നെ നമ്മൾ അറിഞ്ഞിട്ട് പറഞ്ഞില്ല എന്നാവില്ലേ ശ്രുതി. ഇത് നമുക്ക് എന്തായാലും വീട്ടിൽ അറിയിച്ചേ പറ്റുള്ളൂ എന്നാണ് ശ്രുതി പറയുന്നത്. അമ്മ ഇപ്പോൾ ബാമാൻ്റെ വീട്ടിലുണ്ടാവും, നീ നേരെ അങ്ങോട്ട് ചെന്ന് ഈ വീഡിയോയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞ് അമ്മയെ കൂട്ടി വീട്ടിലോട്ട് വാ. അപ്പോഴേക്കും ഞാനൊരു ഡീലറെ കാണുന്നുണ്ട്, അതും കണ്ടു കഴിഞ്ഞ് ഞാനും വീട്ടിലോട്ട് എത്താമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, വേണ്ട ശ്രുതി, നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യണ്ട, ആൻറ്റിനോട് പറയണ്ട എന്ന് പറഞ്ഞ് അഭിനയിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി വേറെ ആരെങ്കിലും പറഞ്ഞ് അറിയുന്നതിലും നല്ലത് നമ്മളായിട്ട് തന്നെ പറയുന്നത്, നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി, ഞാൻ എളുപ്പം ആ ഡീലറെ കണ്ടിട്ട് വരാം, നീ അമ്മയും കൂട്ടി വീട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്നും പോവാണ്. ശ്രുതിക്കാണെങ്കിലോ എന്തോ വലിയത് കിട്ടിയൊരു സന്തോഷമാണ്, അത്രക്കും വെട്ടമാണ് ശ്രുതിയുടെ മുഖത്ത്. പിന്നെ കാണിക്കുന്നത് ബാമയുടെ വീട്ടിൽ ചന്ദ്രയും ബാമയും കൂടി ഓരോ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന ടൈമിൽ ശ്രുതി ആൻറ്റി ആൻറ്റി എന്ന് പറഞ്ഞ് ഓടി വരുവാണേ. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്താ മോളെ ഇങ്ങോട്ടേക്ക്, ഇവിടെ ഏതെങ്കിലും ക്ലയൻറ്റിനെ കാണാനുണ്ടായിരുന്നോ? അപ്പോൾ ശ്രുതി പറയും, അതല്ല ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ, ശ്രുതിയായിട്ട് തല്ല് പിടിച്ചോ? അപ്പോൾ ശ്രുതി പറയും, ഹേയ് തല്ലൊന്നും പിടിച്ചില്ല, ഞാൻ ശ്രുതി എപ്പോഴാണ് എന്നോട് തല്ല് പിടിച്ചിട്ടുള്ളത്, അതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് ടെൻഷനാവുകയാണേ. പിന്നെ എന്താ കാര്യം, എനിക്കെന്തോ വല്ലാതെ ടെൻഷനാവുന്നു, നിങ്ങളുടെ കടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ആ ഡീലർഷിപ്പ് കിട്ടിയില്ലേ ശ്രുതിക്ക്, അതാണോ മോളുടെ മുഖം വല്ലാതിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല ആൻറ്റി, എനിക്കത് എങ്ങനെയാണ് ആൻറ്റിനോട് പറയേണ്ടതെന്നറിയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി എങ്ങനെയാണ് അത് സഹിക്കുമെന്നും എനിക്ക് ഓർക്കാൻ കൂടി വയ്യാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, നീ വിഷയം പറ മോളെ, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ എന്തോ പേടിയാവുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പറയുന്നില്ല, ആൻറ്റി തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് ബാഗിൽ നിന്നും ശ്രുതിയുടെ ഫോൺ എടുത്തിട്ട് ചന്ദ്രക്ക് ആ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുവാണേ. ബാമയും കൂടെ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ഫോണിൽ നോക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നടന്നു വരുന്ന വീഡിയോ. അപ്പോൾ ചന്ദ്ര പറയും, ഇത് ഞാനാണല്ലോ, ഇതേത് വീഡിയോ മോളെ, ഇതെപ്പോഴത്തെ വീഡിയോ ആണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും പുറകിൽ നിന്നും ബൈക്കിൽ 2 പേര് വന്ന് ചന്ദ്രയുടെ ബാഗ് പറിച്ചുകൊണ്ടും പോവാണേ. അപ്പോൾ ചന്ദ്രക്ക് മനസ്സിലാവുന്നുണ്ട്, മോളെ ഇതന്ന് എൻ്റെ ബാഗ് മോഷ്ടിച്ച ആ വീഡിയോ അല്ലേ, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി വീഡിയോ ഫുള്ളും കാണുക, ആ ബാഗ് ആൻറ്റിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയത് ആരാണെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, ഓഹോ അവൻ്റെ മുഖം കാണിക്കുന്നുണ്ടോ, ആരാണെന്ന് നോക്കട്ടെ, അവനെ ഞാൻ ചെരിപ്പൂരി അടിക്കാം എന്നൊക്കെ ചന്ദ്ര പറഞ്ഞിട്ട് ആ വീഡിയോ ബാക്കി കൂടി പ്ലേ ചെയ്യുവാണേ. അപ്പോൾ ചന്ദ്ര ആ സത്യം മനസ്സിലാക്കുവാണ്, ചന്ദ്രയുടെ ബാഗ് അന്ന് അടിച്ചുകൊണ്ടും പോയത് നമ്മുടെ രേവതിയുടെ അനിയൻ ശരത്താണെന്നുള്ള സത്യം. ചന്ദ്രക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണേ. ഇരുന്ന ഇരിപ്പിന്ന് ചന്ദ്ര ചാടി എഴുന്നേറ്റിട്ട് ദേഷ്യം തുള്ളി കലി തുള്ളി അങ്ങനെ നിൽക്കുവാണ്. ഇവനായിരുന്നല്ലേ അപ്പോൾ എൻ്റെ ബാഗ് മോഷ്ടിച്ചതെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ ദേഷ്യം കടിച്ചമർത്തി പറയുവാണ്. ബാമ ചോദിക്കുന്നുണ്ട്, മോളി ശ്രുതി നിനക്ക് ഈ വീഡിയോ എവിടെ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി എനിക്ക് മാത്രമല്ല നാട്ടുകാർ മൊത്തം ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ വീഡിയോ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ചന്ദ്ര ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്, കുറച്ചു നേരം ഒന്നും മിണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ ബാഗ് മോഷ്ടിച്ചത് ആ പൂക്കാരുടെ കുടുംബത്തിലുള്ളവനാണല്ലേ? അപ്പോഴേക്കും ബാമ പറയും, എന്നാലും ഇത് എങ്ങനെ? അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എങ്ങനെയെന്ന് ചോദിച്ചാൽ അവൻ കള്ളനല്ലേ, നേരത്തെ തന്നെ അവനൊരു ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ ബാഗും, അതും എന്നെ ഉന്തിയിട്ടിട്ടാണ് അവൻ എൻ്റെ ബാഗും എടുത്തുകൊണ്ടും പോയത്, അതറിയോ? ആ വീഴ്ചയിൽ എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അപ്പോഴേക്കും ബാമ പറയുന്നുണ്ട്, എന്നാലും ഈ പയ്യൻ എന്താ ഇങ്ങനെ, സ്വന്തം ചേച്ചിയെ കെട്ടിച്ചു വിട്ട വീടാണെന്നും ചേച്ചിയുടെ അമ്മയാണെന്നോ ഒന്നും ഓർക്കാതെയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവൻ എങ്ങനെ ഓർക്കാനാ, അവൻ്റെ ആ ചേച്ചി തന്നെയായിരിക്കും ഇവൻ ഈ പണിക്ക് പറഞ്ഞു വിട്ടത്, അവളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന എനിക്കിട്ട് ഈ പണി തന്നത്, ഞാൻ അന്നാ ഫിനാൻസിയേഴ്സിൻ്റെ മുമ്പിൽ എന്തോരം നാണം കെട്ടെന്നറിയോ, നിൽക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അവർക്കിട്ട്, വെറുതെ വിടില്ല ഒന്നിനെ ഞാൻ. ശ്രുതി നീ എൻ്റെ കൂടെ വാന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ട് ആൻറ്റി, ആ പൂ കിട്ടുന്നവളുടെ വീട്ടിലോട്ട്, നമുക്കിപ്പം തന്നെ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അയ്യോ അങ്ങോട്ടേക്കൊക്കെ പോകണോ ആൻറ്റി, അത് വേണമെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, നീ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, നീ മര്യാദക്ക് വാ, എനിക്കിപ്പം തന്നെ അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും കൂട്ടി ചന്ദ്ര നേരെ രേവതിയുടെ വീട്ടിലോട്ട് പോവാണ്.
പിന്നെ കാണിക്കുന്നത് ശരത്ത് നമ്മുടെ സച്ചിക്ക് വേണ്ടി പുതിയ സിമ്മൊക്കെ എടുത്ത് വരുന്ന വഴിക്ക് റോട്ടിൽ ആൻ്റണിയും ഗുണ്ടകളും ഇങ്ങനെ കാത്തിരിക്കുവാണ്. ശരത്തിൻ്റെ വണ്ടിയുടെ മുമ്പിൽ ആൻ്റണി ബ്ലോക്ക് ചെയ്യുവാണ്. അപ്പോൾ ശരത്ത് നിർത്തിയിട്ട് എന്താ ആൻ്റണി, എന്താ ആൻ്റണിക്ക് ഈ പ്രശ്നം, ഞാനിപ്പോൾ ആൻ്റണിയുടെ വഴിക്കൊന്നും വരുന്നില്ലല്ലോ. അപ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട് എന്നാലും എന്താ ശരത്തെ, കുറേ നാൾ നമ്മൾ ഒന്നിച്ചുണ്ടായതല്ലേ, ആ മൈൻഡെങ്കിലും ഒന്ന് കാണിച്ചൂടെ എന്ന് പറയുമ്പോൾ ശരത്ത് പറയും എൻ്റെ ചേച്ചിയുടെ തല അടിച്ച് പൊട്ടിച്ചവരാ നിങ്ങളൊക്കെ, നിങ്ങളോട് എനിക്കിനി ഒരു കൂട്ടുമില്ല എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട് ഇപ്പോൾ നീ വലിയ ആളായില്ലേ, നാട്ടിലൊക്കെ ഇപ്പം നീയാ ട്രെൻഡിങ്ങിൽ, ദേ നോക്കിക്കേ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ആൻ്റണി മൊബൈലിൽ ആ വീഡിയോ പ്ലേ ചെയ്ത് ശരത്തിനെ കാണിക്കുവാണേ. അപ്പോൾ ശരത്ത് ഈ വീഡിയോ കാണുമ്പോഴേക്കും ഭയങ്കര ഷോക്കാവാണ്. കാരണം ശരത്ത് അറിഞ്ഞില്ലല്ലോ ഈ വീഡിയോ ഇങ്ങനെ വൈറലായ കാര്യങ്ങളൊന്നും. കൊള്ളാല്ലേ ശരത്തേന്ന് ആൻ്റണി ചോദിക്കുമ്പോഴേക്കും ശരത്ത് ദേഷ്യം വന്ന് ആൻ്റണിയുടെ കോളറിൽ കയറി പിടിക്കുവാണല്ലേ. എടാ ആൻ്റണി, നീ എന്നോട് പ്രതികാരം തീർത്തതാണല്ലേ. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട് ഞാനോ, എന്തിനടാ, ഈ വീഡിയോ തന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് ആൻ്റണി കള്ളമൊന്നും പറയണ്ട, എനിക്കറിയാം നീ ആയിരിക്കുള്ളൂ ഇത് ചെയ്തത്, അല്ലാതെ വേറെ ആരും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ആൻ്റണി പറയുന്നുണ്ട് ഞാനൊന്നും അല്ല ഇത് ഇങ്ങനെ വൈറലാക്കിയത്, ഇത് നിൻ്റെ അളിയൻ സച്ചിയുടെ പണിയാന്നൊക്കെ പറയുമ്പോഴേക്കും ശരത്ത് കുറച്ചു നേരം ഒന്നും മിണ്ടുന്നില്ലേ. എന്നിട്ട് പറയുന്നുണ്ട് ഇല്ല സച്ചിയേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ആൻ്റണി പറയുന്നുണ്ട് ചെയ്യില്ലെന്നോ, നിനക്ക് സച്ചിയെപ്പറ്റി ശരിക്കും അറിയത്തില്ല, ഈ വീഡിയോ ഉള്ളത് സച്ചിയുടെ ഫോണിലായിരുന്നില്ലേ, അപ്പോൾ പിന്നെ ഇത് റിലീസ് ചെയ്തതും സച്ചിയാന്ന് പറയുമ്പോഴേക്കും ശരത്ത് സമ്മതിച്ചു കൊടുക്കുന്നില്ലേ. സച്ചിയേട്ടൻ്റെ ഫോൺ കാണാനില്ല, അതെനിക്കറിയാം, ഞാനിപ്പോൾ പുതിയ ഫോൺ മേടിച്ച് വരുന്ന വഴിയാന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട് എടാ അതൊക്കെ പുതിയ കള്ളക്കഥകളാന്നൊക്കെ പറയുന്നുണ്ട്. ഇതാ സച്ചിയുടെ പണി തന്നെയാന്ന് പറയുമ്പോൾ ശരത്തിന് ദേഷ്യം വരുന്നുണ്ട്. മൊബൈൽ കാണാനില്ലെന്ന് പറഞ്ഞില്ലേ സച്ചിയേട്ടൻ്റെ, അത് കാണാണ്ടായത് ആർക്കു കിട്ടി, അവർ റിലീസ് ചെയ്തതാ, അവരുടെ പണിയായത്, ചിലപ്പോൾ അത് നിങ്ങൾ തന്നെയായിരിക്കും, നിങ്ങളായിരിക്കുള്ളൂ സച്ചിയുടെ ഫോൺ അടിച്ചു മാറ്റിയിട്ട് ഈ വീഡിയോ പുറത്താക്കിയെന്നൊക്കെ ശരത്ത് ആൻ്റണിയെ നോക്കി പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റണി ചോദിക്കുന്നുണ്ട് നീ ഇത്രയ്ക്കും മണ്ടനാണോ ശരത്തെ, എനിക്ക് ഈ വീഡിയോ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു, അത് മാത്രമല്ല ആ വീഡിയോയിൽ ഞാൻ കൂടിയില്ലേ, ഞാനുള്ള വീഡിയോ ഞാൻ തന്നെ റിലീസ് ചെയ്യൂ, ഭാഗ്യത്തിന് എൻ്റെ മുഖം അതിൽ ക്ലിയറായിട്ട് കാണുന്നില്ല, നിന്നെയാ അതിൽ കാണിക്കുന്നത്, ഏതായാലും ഞാനല്ല ഇത് ചെയ്തത്, ഞാൻ എൻ്റെ കുഴി തന്നെ തോണ്ടോ, പോലീസ് എന്നെയും പിടിച്ച് ജയിലാക്കൂലേ എന്നൊക്കെ ആൻ്റണി ശരത്തിനോട് ചോദിക്കുന്നുണ്ട്. ശരത്തിനാണെങ്കിലോ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഈ അവസരം നമ്മുടെ ആൻ്റണി യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ശരത്തെ നീ നല്ല കഴിവുള്ളവന്, ഞാൻ നിന്നെ വീണ്ടും ഞങ്ങളുടെ ഗ്രൂപ്പിലോട്ട് വിളിക്കുക, നീ ഞങ്ങളുടെ കൂടെ നിൽക്കടാ, നിനക്ക് നല്ലതേ വരുള്ളൂ എന്ന് പറയുവാണ് ആൻ്റണി. ഇതെല്ലാം സച്ചിയുടെ പണിയാണെന്ന് പറഞ്ഞ് എരികേറ്റി കൊടുക്കാനും നോക്കുന്നുണ്ട്. അപ്പോൾ ശരത്ത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ സച്ചിയേട്ടനല്ല ഇതിൻ്റെ പിന്നിലെന്ന്, സച്ചിയേട്ടൻ്റെ ഫോൺ കാണാനില്ല, വേറെ ആരോ കിട്ടിയ ആരുടെയോ പണിയായത്, അവരാ ഇത് റിലീസ് ചെയ്തതെന്നൊക്കെ ശരത്ത് വീണ്ടും ആവർത്തിക്കുവാണ്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട് എടാ ആ സച്ചി നിങ്ങളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുക, അവൻ തന്നെ ആ വീഡിയോ റിലീസ് ചെയ്തിട്ട് ഫോൺ കാണാനില്ല എന്ന് പറഞ്ഞൊരു കള്ള നാടകം കളിക്കുക നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളതിൽ വീഴുകയും ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് സച്ചിയേട്ടൻ ഇങ്ങനത്തെ വൃത്തികെട്ട കളിയൊന്നും കളിക്കത്തില്ല, സച്ചിയേട്ടനല്ല ഇത് ചെയ്തത്, സച്ചിയേട്ടൻ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു എന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റണി ചോദിക്കുവേ പിന്നെ എന്തിനാടാ ആ സച്ചി ഇപ്പോഴും ഈ ഫോണിൽ ഈ വീഡിയോ വെച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അവൻ അപ്പോൾ തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തൂടെ, ഇതൊക്കെ അവൻ്റെ പണി തന്നെയാണ്, സച്ചിയൊക്കെ നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ശരത്തെ, ഇപ്പോഴും ഞാൻ നിന്നെ വിളിക്കുക, നീ ഞങ്ങളുടെ ഗ്യാങ്ങിലോട്ട് തന്നെ വാ എന്നൊക്കെ പറയുമ്പോഴേക്കും ശരത്ത് സമ്മതിക്കുന്നില്ലേ. സച്ചിയേട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഇതൊക്കെ നിൻ്റെ പണിയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന് ശരത്ത് ആൻ്റണിയോട് പറയുവാണേ. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട് കണ്ടോ ആ സച്ചി എങ്ങനെ ഇവനെ മാറ്റി വെച്ചിരിക്കുന്നെന്ന്, എടാ ശരത്തെ ഞാൻ ആ വീഡിയോ ആരെങ്കിലും കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും ഡിലീറ്റ് ആക്കിക്കോളാം, ഇന്ന് നീ എൻ്റെ കൂടെ വന്ന് ചേരുമെന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് ആൻ്റണി നീ ഇനി എത്ര എൻ്റെ മുമ്പിൽ നല്ലവനായിട്ട് അഭിനയിച്ചാലും ഞാൻ ഇനി നിൻ്റെ വഴിയിലൂടെ വരത്തില്ല, അതുപോലെ തന്നെ നീ എൻ്റെ വഴിക്കും വരാൻ നിൽക്കരുത്, എൻ്റെ മാത്രമല്ല സച്ചിയേട്ടൻ്റെയോ രേവതി ചേച്ചിയുടെയോ ജീവിതത്തിലും ഇടപെടാൻ നിൽക്കരുത്, ഇങ്ങനെ എങ്ങാനും സംഭവിച്ച ആൻ്റണി നിന്നെ ഞാൻ തന്നെ കൊല്ലും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ശരത്ത് ബൈക്കെടുത്ത് പോവാണ്. അപ്പോൾ ആൻ്റണിയുടെ ഗുണ്ടകൾ പറയുന്നുണ്ട് എന്തൊരു അഹങ്കാരമോ അവന്, നമുക്കിപ്പം തന്നെ അവനെ പിടിച്ച് പൊക്കിക്കൊണ്ട് നല്ല ഇടിയൊക്കെ കൊടുത്താലോ എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട് നമ്മളെന്തിനാ അവനെ പൊക്കുന്നത്, പോലീസ് തന്നെ അവനെ കുറച്ച് സമയം കഴിയുമ്പോൾ വന്ന് പൊക്കിക്കൊണ്ട് പൊക്കോളും, ജയിലിൽ കടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും അവനായിട്ട് തന്നെ നമ്മുടെ വഴിക്ക് പിന്നെയും വന്നോളും, ഇപ്പോൾ അവനെ വിട്ടേക്ക്, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ആൻ്റണിയും അവിടെ നിന്ന് പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ വീടാണ്. അവിടെ അമ്മേനോടും ദേവുവിനോടൊക്കെ വിശേഷം പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ രേവതി.
ഫോണ് കൊള്ളാൻ ചേച്ചി നല്ലതാണെന്നൊക്കെ ദേവു പറയുന്നുണ്ടേ. അപ്പോഴേക്കും നമ്മുടെ ശരത്ത് വരുവാണ് വീട്ടിലോട്ട്. ശരത്ത് പേടിച്ചാണ് ഇങ്ങനെ വരുന്നത്. വീട്ടിലാരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവോ, എന്തായിരിക്കും ഈ സിറ്റുവേഷൻ എന്നൊക്കെ അറിയാതെ ഇങ്ങനെ പേടിച്ച് വരുവാണ് ശരത്ത് അകത്തോട്ട്. അപ്പോൾ ഇവിടെ വീട്ടിലുള്ള ആരും അറിഞ്ഞിട്ടില്ല. ശരത്ത് തൻ്റെ കയ്യിലുള്ള പുതിയ സിം എടുത്ത് രേവതിയുടെ അടുത്ത് കൊടുക്കുന്നുണ്ട്. ചേച്ചി, സച്ചേട്ടൻ്റെ പഴയ നമ്പർ ബ്ലോക്ക് ചെയ്യിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് അതേ നമ്പറിലുള്ള പുതിയ സിം കാർഡാണെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, കണ്ടോ എൻ്റെ മോൻ എന്തോരം കഴിവുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അതിനെ ഇവനിങ്ങനെ പൊക്കി പിടിക്കല്ലേ എന്ന് പറയുമ്പോൾ അമ്മ പറയും, നീ നോക്കിക്കോ, പഠിപ്പ് കഴിഞ്ഞ് അവൻ നല്ലൊരു ജോലിക്ക് കയറി നല്ല നിലയിലെത്തും, എനിക്കത് നല്ല വിശ്വാസമുണ്ട്, അവൻ്റെ കഴിവിനെയൊക്കെ നിങ്ങൾ അംഗീകരിക്കും എന്നൊക്കെ അമ്മ ഭയങ്കര സന്തോഷത്തിൽ പറയുവാണ്. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും ആ വീഡിയോയുടെ വിശേഷങ്ങളൊന്നും ഇവരാരും അറിഞ്ഞിട്ടില്ലല്ലോ. അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊട്ടിത്തെറിയായിരിക്കും. പക്ഷേ ശരത്തിനാണെങ്കിൽ ആ ടെൻഷൻ പോകുന്നില്ല. ശരത്ത് നേരെ മുറി കയറി ഇരിക്കുവാണ്. എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട്. അപ്പോൾ നമ്മുടെ ചന്ദ്ര ഇവരുടെ ഗേറ്റ് തള്ളി തുറന്ന് ദേഷ്യത്തിൽ കലിതുള്ളി വീടിൻ്റെ അകത്തോട്ട് വരുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കണോ, നമുക്ക് അവിടെ നമ്മുടെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തി കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണെങ്കിൽ ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ പൈസ അടിച്ചു മാറ്റിയവനവൻ, അവൻ അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇവിടെ വെച്ച് തന്നെ എനിക്കത് അവനോട് ചോദിക്കണം, നീ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി, കൂടുതലൊന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ശ്രുതിയും കൂട്ടി അകത്തോട്ട് പോവാണ്. ചന്ദ്രയെ കാണുന്നതും രേവതിയുടെ വീട്ടുകാരും രേവതിക്കൊക്കെ ഭയങ്കര ഷോക്കാവാണ്. കാരണം ചന്ദ്ര അങ്ങനെ ഇവരുടെ വീട്ടിലോട്ടൊന്നും വരാറില്ലല്ലോ. അപ്പോൾ രേവതി പറയും, അമ്മയോ, അമ്മ എന്താ ഇവിടെ, വാ അമ്മേ അകത്തോട്ട് കയറി ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് രേവതി നല്ലോണം വിളിക്കുന്നുണ്ട് ചന്ദ്രയെ അകത്തോട്ട്. അപ്പോൾ ചന്ദ്ര ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, എവിടെയടി നിൻ്റെ അനിയൻ? അപ്പോൾ രേവതി പറയും, ആര്? ആ ശരത്ത്, അവനില്ലേ അവിടെ? നിങ്ങൾ എവിടെ കൊണ്ടുപോയി അവൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? എടാ ശരത്തെ, ഇങ്ങോട്ട് ഇറങ്ങി വാടാന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ദേഷ്യത്തിൽ അകത്ത് കയറിയിട്ട് മുറിയിലോട്ട് പോയിട്ട് നമ്മുടെ ശരത്തിൻ്റെ കോളറി പിടിച്ചിരിക്കുവാണ്. രേവതിക്കും കുടുംബക്കാർക്കും എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ലല്ലോ. എന്തിനാ ഈ അമ്മ അവനെ അന്വേഷിക്കുന്നതെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ശരത്തിൻ്റെ കോളറിൽ പിടിച്ച് വലിച്ച് ഹോളിലോട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരുപാട് മുഖത്തിട്ട് അടിക്കുന്നുണ്ട് ശരത്തിനെ. എന്നിട്ട് പറയുന്നുണ്ട്, എടാ കള്ള, നിൻ്റെ മോഷണ സ്വഭാവം, നിൻ്റെ സാമർത്ഥ്യം നീ എൻ്റെ അടുത്ത് തന്നെ കാണിക്കുന്നല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തല്ലിക്കൊണ്ടിരിക്കുകയാണ്. രേവതി, അമ്മ നിർത്തമ്മേ, എന്തിനാ അവനെ തല്ലുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും വീട്ടുകാരും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇവനെയൊന്നും കൈകൊണ്ട് അടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാലിൽ നിന്നും ചന്ദ്ര തൻ്റെ ചെരിപ്പൂരി എടുത്തിട്ട് ശരത്തിൻ്റെ മുഖത്തും ദേഹത്തും ഒക്കെ തല്ലുവാണ്. രേവതിയും അമ്മയും ഇതൊക്കെ കണ്ട് ഭയങ്കര ഷോക്കായിട്ട് പൊട്ടിക്കരയുവാണ്. വീണ്ടും ചെരുപ്പം കൊണ്ട് ശരത്തിനെ തല്ലാൻ പോകുമ്പോഴേക്കും രേവതി ചന്ദ്രയുടെ കൈ പിടിച്ചിട്ട് ആ ചെരുപ്പ് തട്ടി തെറിപ്പിക്കുവാണ്. ചന്ദ്രക്ക് അത് കാണുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര ചോദിക്കും, എന്താടി നീ എന്നെ തല്ലാൻ പോവാണോ, മര്യാദക്ക് കൈ എടുക്കടി എൻ്റെ ദേഹത്തെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ തല്ലാനൊന്നും വരികയല്ല, എൻ്റെ അനിയനെ തല്ലുന്നത് എനിക്ക് കണ്ടു നിൽക്കാനും പറ്റത്തില്ല, എന്തിനാ അമ്മ ഇപ്പം അവനെ തല്ലുന്നതെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. ശരത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. കാരണം ശരത്തിനറിയാലോ താൻ ചെയ്ത തെറ്റ് എന്താണെന്നൊക്കെ. രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും നാൾ ഞങ്ങളെ അപമാനിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ മോളെ അങ്ങോട്ടേക്ക് കെട്ടിച്ച് വിട്ടതല്ലേ, എന്തെങ്കിലും പറയാൻ പറ്റുമോ, പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വന്നിട്ട് എൻ്റെ മകനെ തന്നെ തല്ലുന്നു എന്നൊക്കെ രേവതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ചന്ദ്രയോട് ദേഷ്യത്തിലും വിഷമത്തിലും ഒക്കെ കൂടി ചേർത്തിട്ട്. അടിക്കാതെ പിന്നെ ഇവനെ കൊന്നാലും എൻ്റെ ദേഷ്യം തീരത്തില്ല എന്നൊക്കെ ചന്ദ്ര ദേഷ്യത്തിൽ പറയുവാണേ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അതിമാത്രം എന്ത് തെറ്റാ ഇവൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, രേവതി തെറ്റ് ചെയ്തെന്ന് അവന് നല്ല ബോധ്യമുണ്ട്, അതാണ് അമ്മ കൊടുത്ത തല്ലൊക്കെ അവനിങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. വീട്ടുകാരെല്ലാം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ചേർന്ന് ആലോചിച്ചിട്ടാണോ ഇങ്ങനൊരു കാര്യം ചെയ്തതെന്നൊക്കെ ചന്ദ്ര രേവതിയോടും അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുവാണ്. ഇവൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നതെന്ന് ദേവു ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതി ആ വീഡിയോ ഇവർക്കൊന്ന് കാണിച്ചു കൊടുത്തേന്ന് പറയുമ്പോൾ ശ്രുതി ആ വീഡിയോ പ്ലേ ചെയ്ത് ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കുവാണ്. വീഡിയോ കാണുന്നതും ഭയങ്കര ഷോക്കാവാണ് രേവതിയുടെ വീട്ടുകാർക്കും രേവതിക്കും. ഒന്നും മിണ്ടാതെ അവർ കുറച്ചു നേരം ശരത്തിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, കണ്ണും നിറയുന്നുണ്ട്. ഒപ്പം ലാസ്റ്റ് നമ്മുടെ രേവതിയുടെ അമ്മ ശരത്തിൻ്റെ അടുത്തോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തത്, നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ സ്വഭാവമൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് ശരത്തിനെ ഒരുപാട് തല്ലാൻ തുടങ്ങുവാണ് ലക്ഷ്മി. ഒരുപാട് തല്ലിക്കഴിഞ്ഞിട്ട് സ്വന്തം തലക്കിട്ട് തന്നെ അടിച്ച് കരയുന്നൊക്കെയുണ്ട് ലക്ഷ്മി. അത് കഴിഞ്ഞിട്ട് ചന്ദ്ര രേവതിയോട് പറയുന്നുണ്ട്, കണ്ടില്ലേടി നിൻ്റെ അനിയൻ ചെയ്തത്, എൻ്റെ പൈസ എന്നെ തള്ളിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് പോയവനാ നിൻ്റെ അനിയൻ. ഇവരുടെ ബഹളം കേട്ടിട്ട് അടുത്തുള്ള വീട്ടുകാരൊക്കെ ഓടി വരുവാണ് ഇങ്ങോട്ടേക്ക്. എല്ലാവർക്കും എന്താ സംഭവം എന്നറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. രേവതി ശരത്തിൻ്റെ അടുത്ത് പോയിട്ട്, എന്തിനാടാ ശരത്ത് ഇങ്ങനെ ചെയ്തത്, എന്തിനാടാ ചെയ്തതെന്ന് പറഞ്ഞ് രേവതിയും ഒരുപാട് തല്ലുന്നുണ്ട്. ലാസ്റ്റ് ശരത്ത് രേവതിയുടെ കാല് പിടിച്ച്
കരയുവാണ്. എന്നോട് ക്ഷമിക്ക് ചേച്ചി, അറിയാതെ സംഭവിച്ചു പോയതാ, എന്നോട് ക്ഷമിക്ക് ചേച്ചി എന്ന് പറഞ്ഞ് കാല് പിടിച്ച് കരയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എൻ്റെ പൈസ എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചിട്ട് നീ അവളോടാണോ മാപ്പ് പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ രവിയേട്ടനെ പറഞ്ഞാൽ മതി, തേടിപ്പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. എൻ്റെ വീട്ടിലെ ബാക്കി 2 മരുമക്കളും കോടീശ്വരന്മാരുടെ മക്കളാ, പക്ഷെ നീയോ ഒരു കള്ളന്മാരുടെ കുടുംബത്തിൽ നിന്ന് കയറി വന്നവളാ. കണ്ടില്ലേ ശ്രുതി, ഇവളുടെ അനിയൻ റോട്ടിൽ വെച്ച് എന്നെ ഉന്തിയിട്ട് എൻ്റെ പണം മോഷ്ടിച്ചു. അത് ചോദിക്കാൻ വന്ന അവൻ്റെ ചേച്ചി എൻ്റെ കൈ പിടിച്ച് എന്നെ തടുത്ത് ചോദ്യവും ചെയ്യുന്നു. കഷ്ടപ്പെട്ട് സമ്പാദിച്ചാൽ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ, ഇങ്ങനെയാണോടി നിങ്ങൾ സമ്പാദിക്കുന്നത്? ഇങ്ങനെ സമ്പാദിച്ച കാശ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാൻ തോന്നുന്നു? നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് ആ ഭക്ഷണം ഇറങ്ങുമെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് അപമാനിക്കുവാണേ. രേവതി അമ്മേ മതി നിർത്തുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അമ്മയോ, ഇനി നീ എന്നെ അങ്ങനെ വിളിച്ചു പോകരുതെന്ന് പറഞ്ഞ് രേവതിയോട് ചൂടാവുകയാണ്. നിന്നെ എൻ്റെ മരുമകളാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാടി. ഇനി എന്നെ അമ്മ എന്ന് വിളിച്ചാൽ നിൻ്റെ വായിലെ പല്ലെടുത്ത് ഞാൻ പറിച്ച് താഴെ ഇടും എന്നൊക്കെ പറയുവാണ്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലോട്ടും നീ വരാൻ നിൽക്കരുത്, ആ പടിവാതിക്കൽ നിന്നെ കണ്ടുപോകരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വെക്കുവാണേ. ഇങ്ങനെ മോഷ്ടിച്ച് തിന്നുന്നതിലും ഭേദം നിങ്ങൾക്കൊക്കെ പോയി ചത്തൂടെ എന്നും ചോദിക്കുന്നുണ്ട് ചന്ദ്ര. അപ്പോൾ രേവതിയുടെ അമ്മ, ഇങ്ങനെയൊന്നും പറയല്ലേ, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നോട് മാപ്പ് ചോദിക്കുന്നത്? നിങ്ങളല്ല മാപ്പ് ചോദിക്കേണ്ടത്. ഇവനെയൊക്കെ പോലീസിൽ പിടിച്ചേൽപ്പിക്കണം. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് ശരത്തിൻ്റെ കോളറിൽ പിടിച്ചിട്ട് ചന്ദ്ര പുറത്തോട്ട് വലിച്ചുകൊണ്ടും പോവാണേ. രേവതിയും ദേവും അമ്മയും എല്ലാവരും കൂടി പിടിച്ച് ചന്ദ്രയെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മേ, അങ്ങനെയൊന്നും ചെയ്യല്ലേ അമ്മേ, അവനെ കൊണ്ടുപോകല്ലേ, പോലീസിൽ ഏൽപ്പിക്കല്ലേ, പഠിക്കുന്ന പയ്യനാ അവൻ എന്നൊക്കെ പറഞ്ഞ് ഇവർ അപേക്ഷിക്കുന്നുണ്ട്. ചന്ദ്രയുടെ കയ്യിൽ കയറി രേവതി പിടിക്കുമ്പോഴേക്കും ചന്ദ്ര രേവതിയുടെ കൈ പറിച്ച് മാറ്റിയിട്ട് പറയുന്നുണ്ട്, നീ എന്ത് ധൈര്യത്തിലാടി എൻ്റെ മേത്ത് കയറി തൊടുന്നത്, പോടി എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഉന്തൽ കൊടുക്കുവാണ്. രേവതി അവിടെ ബാക്കിൽ പോയി വീഴുവാണ്. അപ്പോഴേക്കും നാട്ടുകാരൊക്കെ വന്ന് രേവതിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. രേവതിയും ദേവും വീണ്ടും ഓടിച്ചെന്ന് ശരത്തിനെ പിടിച്ച് വലിക്കുന്നുണ്ട്. അമ്മ, ഇവനെ കൊണ്ടുപോവല്ലേ അമ്മേ, പോലീസിലൊന്നും ഏൽപ്പിക്കല്ലേ, അവൻ്റെ ഭാവി തൊലക്കല്ലേ, പ്ലീസ് അമ്മയെന്ന് പറഞ്ഞ് രേവതിയും ദേവും കൂടി ശരത്തിനെ ഇങ്ങോട്ട് വലിക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിലോ പിടിവിടുന്നില്ല, ചന്ദ്ര അങ്ങോട്ടും വലിക്കുന്നുണ്ട്. വാടാ വാടാ, നീ ഇങ്ങോട്ട് വാടാ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ശരത്തിനെ വലിച്ചുകൊണ്ടും പോവാണ്. രേവതിയുടെ കരച്ചിലൊന്നും ഇവർ കേൾക്കുന്നില്ല. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.